സീസൺ 7 പുതിയ ആരോപണം നെവിനെതിരെയാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. ഉന്നയിച്ചിരിക്കുന്നത് ഷാനവാസാണ്. ഈ സീസൺ 7 മത്സരാർത്ഥികളെയൊക്കെ ഇറക്കി വിട്ടി ഇത് അടച്ചുപൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസിന്റെ ഹോസ്റ്റ് എന്ന ജോലി ലാലേട്ടൻ നാണക്കേടില്ലാതെ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ആഴ്ചയിലും തൊട്ടതും പിടിച്ചതും പുതപ്പിനടിയിൽ കണ്ടതും വിട്ടൊരു ചർച്ചയില്ല. എന്താണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ പുതിയ ആരോപണം വന്നിരിക്കുന്നത് നെവിനെതിരെയാണ്. ഷാനവാസ് പറയുന്നു നെവിൻ വളരെ മോശമായിട്ട് ഷാനവാസിനോട് പെരുമാറിയെന്ന്. ഓപ്പൺ നോമിനേഷനിലാണ് ഷാനവാസ് വന്നത് പറയുന്നത്. ഇപ്പോൾ ഈ നെവിൻ തിരിച്ചു വന്നതിന് ശേഷം ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസ് നെവിൻ തമ്മിൽ എന്തോ ഒരു ശീതയുദ്ധം പോലെ ഒരു ഇഷ്ടക്കേടുണ്ട്. അപ്പോൾ ഇവർ നേരത്തെ ഒരുമിച്ച് ഒരു ബെഡിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പം നെവിൻ ബെഡ് മാറണം എന്നുള്ള ആവശ്യം ഷാനവാസ് ഉന്നയിച്ചതായിട്ട് ലൈവിലൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബെഡ് മാറി കിടക്കണമെന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെ നെവിനോട് പറയുന്നുണ്ട്. അപ്പം അന്ന് നെവിൻ അത് കേൾക്കാതെ അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയതായിട്ടും ഒക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. പൊതുവേ നെവിൻ എല്ലാവരോടും ഇങ്ങനെ പോയിട്ട് ടച്ച് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാതെ ഇപ്പം രണ്ടുപേര് കിടക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് കയറി കിടക്കുകയും ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയും അയാളുടെ മേത്ത് കാലിട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ എന്നുവെച്ചാൽ തുടക്കം മുതലേ നെവിനോട് ആരും അങ്ങനെ ചെയ്യരുത് എന്ന് പറയാത്തത് കൊണ്ടും നെവിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉള്ള എല്ലാവരും കൊടുത്തിട്ടുള്ളത് കൊണ്ടും നെവിൻ ആ സ്വാതന്ത്ര്യം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷാനവാസും പിന്നെ അക്ബറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിൻ്റെ ഈ തമാശയൊന്നും ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഷാനവാസും മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നെവിൻ്റെ അടുത്ത് ഇട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും അങ്ങനൊരു സ്പേസ് നെവിനോടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നെവിൻ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇപ്പം എല്ലാവരും കിടക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി കിടക്കും, എല്ലാവരും ഹഗ് ചെയ്യും, എല്ലാവരുടെ ദേഹത്തും കൈവയ്ക്കും, അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പരിധി കിടക്കുന്ന സമയത്ത് ചിലർക്കത് ഇഷ്ടക്കേടായിട്ട് തോന്നാം. ഇപ്പോൾ നെവിൻ്റെത് ഏതെങ്കിലും തരത്തിലൊരു റോങ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് സംസാരിക്കുന്നതും മേത്ത് കാലൊക്കെ എടുത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ ചിലപ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നാം, ഇഷ്ടക്കേട് തോന്നാം. അതായിരിക്കും ചിലപ്പോൾ ഷാനവാസിനും തോന്നിയിട്ടുള്ളതെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഷാനവാസ് ഇതുപോലൊരു ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് ഭയങ്കര ദേഷ്യത്തോടെ നെവിനെതിരെ ഇത് പറയാനായിട്ട് കാരണം എനിക്ക് തോന്നുന്നു രാവിലെ നടന്നിട്ടുള്ള പ്രശ്നത്തിൽ നെവിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ഇത് ഷാനവാസ് പറയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടുള്ളൊരു ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ഷാനവാസും നെവിനും ആയിട്ട് ഒരു രാവിലെ വഴക്ക് നടക്കുന്ന സമയത്ത് ആദിലയും നൂറയും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ നെവിൻ അവരോട് പറയുന്നു ഇവിടെ പെങ്ങള് കുട്ടി കാർഡ് ഇറക്കണ്ടെന്ന്. അപ്പോൾ ആദില തിരിച്ച് നെവിനോട് പറയുകയാണ് നീ ഇവിടെ വൃത്തികെട്ട കാർഡ് ഇറക്കിയിട്ടാണ് ഗെയിം കളിക്കുന്നത്, അത് പറഞ്ഞാൽ നീ നാറും എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ തിരിച്ച് ആദിലേനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണമല്ലോ, നീ തുറന്നു പറ ഞാൻ അങ്ങനെ എന്ത് വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നതെന്ന് നീ പറ, അല്ലെങ്കിൽ എനിക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിന് ക്ലാരിറ്റി കിട്ടിയേ പറ്റുള്ളൂ, ഞാനിത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആദിലേനെ അവിടെ നിന്ന് വെല്ലുവിളിച്ച് ആദിലേൻ നെവിനുമായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു വഴക്കവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് ആദിലയാണ് ആദ്യം വന്നതെന്ന് ഇങ്ങനെ പറയുന്നത്. നെവിനിൽ നിന്നിട്ട് പലർക്കും ഇവിടെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഷാനവാസിനോട് ഞാൻ പേര് പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ഷാനവാസ് ഇക്കയ്ക്ക് നെവിൻ്റെ അടുത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ആദില പറയുന്നു. ഷാനവാസിൻ്റെ ടേൺ വന്നപ്പോൾ ഷാനവാസും പറയുന്നു എനിക്ക് നെവിൻ്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം നെവിനെതിരെ ഉന്നയിച്ചതെങ്കിൽ ഷാനവാസും ആദിലയും ചെയ്തിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വന്ന് നിങ്ങളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പം നിങ്ങൾക്കത് ആ രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാം. അതിന് പകരം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അയാളുടെ പുറത്തുള്ള ലൈഫിനെ തന്നെ മോശം രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാണ്. അത് ആദിലേനെ പോലൊരാൾ ചിന്തിക്കാതെ ചെയ്തത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് അതിൻ്റെ മേലിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാത്ത ഒരാളല്ല ആദില. അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് ഈ വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്തതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും നെവിൻ ഇപ്പോൾ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചോദിക്കണം, അത് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ പുറത്തെൻ്റെ അനിയത്തിയുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും, ലൈഫിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെയുള്ളത് നെവിൻ പോയിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇത് തീർച്ചയായിട്ടും മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ ഇത് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഈ കാര്യം നെവിന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തിന് ഇങ്ങനെ ആയിരുന്നില്ല ആദിലയും ഷാനവാസും കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അത് ഏത് ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഗെയിമാണ്. ഇപ്പോൾ രാവിലെ നടന്നിട്ടുള്ള വിഷയമൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഗെയിമാണ്. ഇതിപ്പോൾ ഒരാളുടെ പുറത്തുള്ള ഒരു ലൈഫിനെ കൂടെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വരുന്ന എല്ലാ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഈ രണ്ടുപേർക്കും തന്നെയാണുള്ളത്. ഇവർ രണ്ടുപേരും തന്നെയാണ് അത് ഏറ്റെടുക്കേണ്ടതും. ഇനിയിപ്പോൾ ഏതായാലും ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണല്ലോ പണി. ഇനി ഈ അടുത്ത ആഴ്ച വന്നിട്ട് ഇതിനൊരു ക്ലാരിറ്റി എന്താണെന്നുള്ളത്
വരുത്തട്ടെ എന്നേ പറയാനായിട്ടുള്ളൂ.